അസോസിയേറ്റ് പ്രൊഫസറായി പ്രിയ വർഗീസിനെ നിയമിച്ചത് ചട്ടവിരുദ്ധമല്ലെന്ന് കണ്ണൂർ സർവകലാശാല. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർവകലാശാല ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമനത്തിൽ UGC മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, എന്താണ് കണ്ണൂർ സർവകലാശാല കോടതിയിൽ ഇന്ന് അറിയിച്ച നിലപാട്? കോടതി ഇതെങ്ങനെയായിരിക്കും കാണുക? ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കണ്ണൂർ സർവകലാശാല നൽകിയ സത്യവാങ്മൂലം എന്തായിരുന്നു അതിനെ ആവർത്തിക്കുന്ന വിധത്തിലാണ് സുപ്രീം കോടതിയിലും കണ്ണൂർ സർവകലാശാല നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ വിധി ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്ന കൂടിയുള്ള ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് UGC ഒരു അപ്പീൽ ഫയൽ ചെയ്തത്. ഈ അപ്പീലിലാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ സത്യവാങ്മൂലം. അവർ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള ഒന്നും ഈ നിയമന വിഷയത്തിൽ നടത്തിയിട്ടില്ല. അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തന പരിചയം അടക്കമുള്ളവ കണക്കാക്കിയത് നിലവിൽ നടത്തിവരുന്ന രീതിയുടെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ്. ഗവേഷക കാലയളവ് അധ്യാപന പരിചയത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അനുവർത്തിക്കുന്നത്. ഇവിടെയും അതേ സംഭവിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ സ്റ്റുഡന്റ് ഡീനായി പ്രവർത്തിച്ച കാലയളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പരിചയത്തിന്റെ കാലയളവിന്റെ കൂട്ടത്തിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയ വർഗീസിന് ഉചിതമായിട്ടുള്ള യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥി ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിയമനം നടത്തിയത് എന്നുള്ളതാണ്. മറ്റ് ഉദ്യോഗാർത്ഥികളെക്കാൾ കൂടുതൽ മാർക്ക് നേടി എന്നതോ അഭിമുഖത്തിന് മാർക്ക് കൂടുതൽ നേടിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവരുടെ ഒരു അയോഗ്യതയായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമനം എല്ലാവിധത്തിലുള്ള UGC ചട്ടങ്ങളും പാലിച്ചാണ് തങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ലംഘിച്ചിട്ടില്ല, എല്ലാ ചട്ടങ്ങളും പാലിച്ചു തന്നെയാണ് നിയമനം നടത്തിയതെന്നാണ് കണ്ണൂർ സർവകലാശാല ഇന്ന് കോടതിയിൽ സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്.